നിങ്ങളുടെ ജോലിയിൽ എത്ര മിടുക്കനാണെങ്കിലും ഓഫീസ് പൊളിറ്റിക്സ് കാരണം മടുത്തു നിൽക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും ചില അദൃശ്യമായ ആളുകൾ കാരണം നമ്മുടെ കരിയർ വളർച്ച തടസ്സപ്പെടാറുണ്ട്. ഓഫീസ് പൊളിറ്റിക്സ് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല, കാരണം ഇത് വ്യക്തിഗതമാണ്. പക്ഷേ അത് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനുള്ള പ്രധാന 3 ടിപ്സുകളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടിപ്സ്, ഗോസിപ്പുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഓഫീസിൽ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാകുന്നത് താൽക്കാലിക ലാഭം തന്നേക്കാം, പക്ഷേ ലോങ് റണ്ണിൽ അത് നിങ്ങളുടെ ഇമേജിനെ ബാധിക്കും. ആരെങ്കിലും ഒരാളെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചോ കുറ്റം പറയുമ്പോൾ അതിൽ പങ്കുചേരാതെ മാന്യമായി ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങൾക്ക് കമ്പനി തന്നിരിക്കുന്ന ടാസ്ക് എന്താണോ ആ ടാസ്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2, ഹെൽത്തി റിലേഷൻഷിപ്പ്. എല്ലാവരോടും നല്ല ബന്ധം പുലർത്തുക. ഒരിക്കലും വ്യക്തിഗതമാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരോട് മാത്രമല്ല, മറ്റ് ടീമിൽ ഉള്ള ആൾക്കാരോടും സൗഹൃദം സ്ഥാപിക്കുക. ഒരു നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. 3, വർക്ക് ഡോക്യുമെൻറ്റേഷൻ. പൊളിറ്റിക്സ് കളിക്കുന്നവർ പലപ്പോഴും ക്രെഡിറ്റ് തട്ടിയെടുക്കാനോ തെറ്റുകൾ മറ്റുള്ള ആളുകളുടെ മേൽ ചാരാനോ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രധാനപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്തിയാലും അത് കൃത്യമായി ഇമെയിൽ വഴിയോ മറ്റ് ഡാറ്റ വഴിയോ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രകടനം തെളിവുകൾ സഹിതം സംസാരിക്കട്ടെ. ഓർക്കുക, സ്ഥാപനത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ പലപ്പോഴും ഇത്തരത്തിൽ പൊളിറ്റിക്സ് ആൾക്കാർ കളിക്കാറ്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത്തരം പൊളിറ്റിക്സിനെതിരെ തർക്കിക്കലല്ല, മറിച്ച് നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കലാണ്. ജോലിയിലെ മികവും മാന്യവുമായ പെരുമാറ്റമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം, ഇത്തരത്തിൽ പൊളിറ്റിക്സിനെ തകർക്കാനുള്ള ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സ് കാരണം ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഓഫീസിലെ അനുഭവം എന്തായിരുന്നോ അത് ഷെയർ ചെയ്ത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.